ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഒരു ചോക്ലേറ്റ് പുഡിംഗാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കൊരു പാർട്ടിക്കോ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചോക്ലേറ്റ് പുഡിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലാണ്. 250 ml കപ്പിന് 2 കപ്പ്. 2 കപ്പ് പാലെന്ന് പറയുമ്പോഴത്തേക്കും 500 ml കാണും, 1/2 ലിറ്റർ പാല്. അത് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഡാർക്ക് കുക്കിംഗ് ചോക്ലേറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ബേക്കിങ്ങിന്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിലും വാങ്ങാൻ കിട്ടും. ചോക്ലേറ്റ് പറ്റുമെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇത് നമുക്ക് പാലിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന കടയിൽ വാങ്ങാൻ കിട്ടും. പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ടാണ് വരുന്നത്. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 6 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അത് നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചൈന ഗ്രാസ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചൈന ഗ്രാസ് കൂടി പോകരുത്, പറഞ്ഞ അളവിൽ തന്നെ എടുക്കണം. കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ പുഡിംഗ് കുറച്ച് ഹാർഡായി പോകും. നമുക്ക് ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ 25 ഗ്രാമിൻ്റെ ഒക്കെ പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും. ചൈന ഗ്രാസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇനി പാല് സ്റ്റൗവിൽ വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. പാല് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൈന ഗ്രാസ് കുതിരാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. വെള്ളം കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പാലിൽ കിടന്നൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ചൈന ഗ്രാസ് ഇപ്പോൾ പാലിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായിട്ട് വരണം. ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചോക്ലേറ്റിന് മധുരമുള്ളതാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചോക്ലേറ്റ് എസൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ പുഡിങ് നമുക്ക് ചൂടോടെ തന്നെ ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചൂടോടെ തന്നെ ഇത് അരിച്ചെടുക്കാനായിട്ട്. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് അത് സെറ്റാവും. സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അരിപ്പയിൽ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ബാക്കി വരുന്ന കട്ടയെല്ലാം നമുക്ക് മാറ്റിക്കളയാം. അരിച്ചെടുത്ത പുഡിംഗ് മിക്സ് നമുക്ക് ചൂടോടെ തന്നെ സെറ്റാകാനായിട്ട് മാറ്റി വെക്കണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ പുഡിംഗ് ബൗളോ അല്ലെങ്കിൽ പ്ലേറ്റോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റാകാനായിട്ട് വെക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലുള്ള സിലിക്കോൺ മോൾഡ് ഉണ്ട്. അപ്പം ഞാൻ അതിലൊഴിച്ചിട്ടാണ് സെറ്റാകാനായിട്ട് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് നമുക്ക് സെറ്റാക്കാനായിട്ട് വെക്കാം. മോൾഡിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. ഇപ്പോൾ പുഡിംഗ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം പുഡിംഗ് ഇപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. പുഡിംഗ് തണുക്കാൻ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിൽ നിന്ന് പുഡിംഗ് പുറത്തേക്ക് എടുക്കാം. സിലിക്കോൺ മോൾഡായത് കാരണം പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പുറത്തേക്ക് വരും. നല്ല സോഫ്റ്റും നല്ല യമ്മിയാണ്, കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ്. റെഡിയായ പുഡിങ്ങിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും സിൽവർ കളറിൽ ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഗാർണിഷ് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. റെഡിയായ ചോക്ലേറ്റ് പുഡിങ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ് ഈ പുഡിങ്. നമുക്ക് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.